ചേട്ടാ ഇത് കുറച്ച് ഗോൾഡാ. ചേട്ടൻ ഇത് പണയം വെച്ച് ആ ജയശങ്കറിന് കൊടുക്കാനുള്ള കാശ് കൊടുത്തേക്ക്. അയ്യോ മോളെ ഇത്. ഏയ് ചേട്ടൻ വിഷമിക്കണ്ട, എനിക്കിപ്പോ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. മോളെ എങ്കിലും കാര്യം നടക്കണ്ടേ, തൽക്കാലം ഇത് ആരും അറിയണ്ട. മോളുടെ കല്യാണ ആവശ്യത്തിനുള്ളതല്ലേ? അതെ, അതുകൊണ്ട് തന്നെയാണ് തന്നത്. കൃഷ്ണ ഗുരുവായൂരപ്പ, ഈ വേഷം കൂടി ഒന്ന് മിന്നിച്ചേക്കണേ. സാറേ ഇതെങ്ങനെയുണ്ട് സാറേ? നന്നായിരിക്കുന്നു. സാറേ ചുണ്ടിട്ടാണ് കൊണ്ടിരിക്കുന്നത്. കൊള്ളാം. കണ്ടാലൊരു അച്ഛനാണെന്നേ തോന്നുന്നു. കൊള്ളാമെങ്കിൽ എന്റെ സീനപ്പെടാ സാറേ എടുക്കുന്നത്. അല്ല, പോലീസുകാർ വിളിക്കാം, അപ്പോഴും വന്നാൽ മതി. ആണോ? പിന്നെ അതെ, സീനാകുമ്പോ ഞാൻ വിളിച്ചോളാം, പോയി റെസ്റ്റ് എടുത്തോളൂ. അയ്യോ ഈശ്വരാ, എന്താണ് സാറേ? ഇതെന്താണ്, പ്രാന്താണോ ഇവന്? ഈശോ മെശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉള്ള സ്തുതിയൊക്കെ കയ്യിലിരുന്നോട്ടെ, ഇവിടെ ഇരിക്കേ. എത്ര രൂപ കയ്യിൽ നിന്ന് മുടക്കിയാലും ഇവിടെ ഒരു വേഷം കിട്ടാൻ പോലുള്ള. ഹലോ, വേഷം കിട്ടാനോ? അതായത് അവിടുന്ന് വല്ലതും കിട്ടണമെങ്കിൽ ഇവിടുന്ന് വല്ലതും കൊടുക്കണം. എത്ര കാശ് മുടക്കി? എത്ര രൂപയാന്നാ? അവിടുന്ന് ഇവിടുന്ന് പറക്കി കൂട്ടി 1 ലക്ഷം രൂപ കൊടുത്താ. 1 ലക്ഷം? അത് നിങ്ങക്ക് തരാവോ? 50 പൈസ പോലും എന്റെ ഇല്ല. എന്നാ ഇതിൽ ഇടപെടണ്ട. 5 പൈസ കുറയ്ക്കുകയല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞതാ. ഞാൻ ഈ ഇടവകയിൽ ഒരു വികാരി അച്ഛനാ. ആയിക്കോട്ടെ, ഞാൻ എന്നാ വേണം? അയ്യോ ഞാൻ അറിഞ്ഞില്ല. ഈശോ മിശിഹായ്ക്ക് 2-3 പ്രാവശ്യം സ്തുതിയായിരിക്കട്ടെ. അഭിനയിക്കാൻ വന്ന ആരോന്നല്ലേ ഞാൻ അങ്ങനെ. താനിരുന്നോ? സാർ ഇതിരിക്കട്ടെ, ചോദിച്ച കാശ് മുഴുവനും ഉണ്ട്. ക്യാഷിന് ടൈറ്റാന്ന് പറഞ്ഞിട്ട് ഇത്ര വേഗം ശരിയായോ? ടൈറ്റ് ആണെന്നുള്ള കാര്യം ശരിയാണ്, പക്ഷേ സാറിന്റെ കാശ് വേറെ ആള് തന്നു. അതാരാ എനിക്ക് തരാൻ വേണ്ടി ക്യാഷ് തന്നത്? അന്നമോള. അവൾ കുറച്ച് ആഭരണങ്ങൾ തന്നു, അത് പണയം വെച്ച കാശാ. ഷോ, അത് വേണ്ടായിരുന്നു. ആ കുട്ടിയുടെ കല്യാണമൊക്കെ ആയതല്ലേ. കല്യാണമൊന്നും ആയിട്ടില്ല. അവളുടെ അമ്മയുടെ അകന്ന ബന്ധുവാണ് ആ പയ്യൻ, ബ്ലൈഡാ. അന്നയ്ക്ക് അവനെ ഒട്ടും ഇഷ്ടമില്ല, എന്നാലും അവൻ അവളുടെ പിറകെയാ. നല്ല ഫ്യൂച്ചറുള്ള കുട്ടിയാ, വെറുതെ എന്റെ ഭാവി കളയരുത്. എന്താ? ഒരു ഓട്ടോഗ്രാഫ് വാങ്ങാൻ വന്നതാ. പിന്നെ ഇവന്മാർക്ക് ഓരോ സെൽഫിയും വേണം. റോഡിൽ തടഞ്ഞു നിർത്തി സെൽഫി എടുക്കുന്ന എവിടത്തെ മര്യാദയാണോ? ഓ, അപ്പൊ നിനക്ക് മര്യാദയൊക്കെ അറിയാം. പോകുന്ന സ്ഥലത്തൊക്കെ പെണ്ണുങ്ങളെ വിളിക്കുന്നതല്ലേ നിന്റെ മര്യാദ? ഇത് പറയാൻ നിങ്ങളാരാ? ഇവിടുത്തെ സദാചാര പോലീസോ? നിന്റെ വിളച്ചിലൊന്നും ഇവിടെ വേണ്ട. മേലിൽ നീ അന്നെ കാണാനോ സംസാരിക്കാനോ പോയാൽ നീ പിന്നെ പുറം ലോകം കാണില്ല. നിങ്ങളുടെ ഭീഷണിയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇതൊക്കെ കുറെ കണ്ടതാ. ഇതുവരെ കണ്ട പോലെ ആവില്ല. ഇനി നീ കൊണ്ടേ പോവൂ. ഗുണ്ടകളത്തെല്ലാം കൂടെ കൂട്ടുമ്പോ നല്ല ചങ്കുറപ്പുള്ളവരെ വേണം നിർത്താൻ. എനക്ക് അന്നമേലെ ഇരിക്കുന്ന കാതൽ സുത്തമാനത് പിരിക്കാൻ നനച്ചേ ഉന്നെ പൊളഞ്ഞിടുവേ. നിനക്കൊക്കെ കുടിച്ച് ബോധം കളഞ്ഞ എവിടെയെങ്കിലൊക്കെ കിടന്നാ മതിയല്ലോ. കഴിക്ക്. ഒരുത്തം പോയിട്ട് മണിക്കൂർ 2 അവനെ ഏറ്റതാ. എന്നാ വിളിക്ക്. എന്നാ ഏറ്റവൻ എവിടെ എത്തിന്ന് ചോദിക്ക്. അവരിങ്ങെത്തി. ഇപ്പഴാ ഒരു സമാധാനായേ. പോയി തന്നു ഒഴിച്ച് കൊറാവന് ഒഴിക്കടാ. ഈശ്വര മിണ്ടല്. ഹലോ, யாரு பேசுற? ഇത് ജയശങ്കറിന്റെ വീടാണോ? ஆமா, நீங்க யாரு? ഇത് കേരളത്തിൽ നിന്നാ. നിങ്ങളുടെ മകൻ ജയശങ്കർ ഒരു വലിയ അപകടത്തിൽപ്പെട്ടിരിക്കുക. അവന്റെ കൂടെ അഭിനയിച്ച ഒരു പാവം നടിയെ പീഡിപ്പിച്ചിരിക്കുക. ഇവിടെ നാട്ടുകാരവനെ വളഞ്ഞു വെച്ചിരിക്കുക. വേഗം അവിടെ നിന്ന് അവനെ കൊണ്ടുപോയില്ലെങ്കിൽ ആ നടി അവൻ അവിടെ നിന്ന് കെട്ടു, അല്ലെ നാട്ടുകാരവനെ തട്ടും.
என் மகனுக்கு ஏதாவது ஆச்சு உங்களை நான் சும்மா விட ഏ തള്ളേ മകനെ ജീവനോടെ വേണമെങ്കി ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോ. ഒഴിക്കട അളിയനൊന്ന്. ஐயப்பையன் அடிக்கிறா கேட்டிடா. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓടി വന്നേ. ഒന്ന് പിടിച്ചു മാറ്റവരെ. എന്താ ഇത്? என்ன இது? விடுங்கப்பா. விட சொல்றேன். என்ன வேலைனா இது ஷூட்டிங் தான். டேய் அம்மா வந்திருக்குடா. அம்மா வாடா. டேய் வா. என்னம்மா என்ன பிரச்சனை? ஒன்னும் பேச வேணாம், உள்ள ஏறு. എന്ത് കോപ്പാടാ നീ എവിടെ പോയി കബൂറായതിന് നമ്മ എന്ത് ചെയ്യാനാടാ? ഈ കള്ളു കുടിച്ചാലൊന്നും എന്റെ കലിപ്പ് മാറൂല. അതിന് ഞാൻ എന്ത് ചെയ്യാനാടാ? ഇത് ഞാൻ വാങ്ങിച്ച കള്ള, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും. നിനക്കെന്താ? എനിക്കിത് എണ്ണോണ്ടാ, എന്റെ കാശ് കൊണ്ട്. എന്ത് കോപ്പാടാ എച്ചി കിടക്കും പറഞ്ഞിരിക്കണ ബദൂരികള്? ഇന്ദൂട്ടർ ചവികളെ നിങ്ങൾ ഈ പറഞ്ഞോണ്ടിരിക്കണേ. നിങ്ങൾ ആ സിനിമാക്കാരുടെ വല്ല കാര്യം പറയുന്നത്? അതിലോട്ട് തന്നെ വരുന്നത്. എടാ ജഗ, ഇനി അവൻ എന്റെ കൈ കിട്ടും, അന്നാ അവന്റെ അവസാനം.